നമസ്കാരം. വരുന്നട സ്റ്റീഫൻ നെടുമ്പള്ളി തിരുവനന്തപുരത്തേക്ക് എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലാലേട്ടൻ്റെതായി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് ലാലേട്ടൻ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. എമ്പുരാന്റെ ചെന്നൈയിലെ ചിത്രീകരണം പൂർത്തിയാക്കിയതായി എമ്പുരാന്റെ സംവിധായകൻ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ എമ്പുരാന്റെതായി തിരുവനന്തപുരത്ത് നടത്തുന്ന ചിത്രീകരണത്തിന്റെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. വൻപൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് ലാലേട്ടനെ നായകനാക്കി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും ലാലേട്ടൻ എത്തിയത്. ഖുറേഷി എബ്രഹാം ലൂസിഫറിന്റെ അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എമ്പുരാനിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി ലാലേട്ടൻ ഉണ്ടാകുമെന്നും തിരുവനന്തപുരത്ത് നടത്തുന്ന ചിത്രീകരണം മെയ് 16 ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ലൂസിഫറിൽ ഖുറേഷി എബ്രഹാമുമായും സ്റ്റീഫൻ നെടുമ്പള്ളിയുമായി ലാലേട്ടൻ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ലൂസിഫർ എന്ന സിനിമ 150 കോടിക്കിലധികമാണ് ബിസിനസ് കളക്ഷനിലൂടെ നേടിയിരുന്നത്. ലൂസിഫറിൽ ലാലേട്ടൻ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിനേക്കാളും പ്രാധാന്യം എമ്പുരാനിൽ ഖുറേഷി എബ്രഹാമിനായിരിക്കുമെന്നാണ് അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ വരുന്ന മെയ് 21 ലാലേട്ടന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് എമ്പുരാന്റെ ഗ്ലിംസ് വീഡിയോ പുറത്തിറക്കുമെന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരൊക്കെയാണ് ലാലേട്ടന്റെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.